അസ്സാം വലൈക്കും വറഹമത്തുള്ള. വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ സ്റ്റഡീസിൻ്റെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ഈ കഴിഞ്ഞ കാലം 1.5 മാസമായി സംസാരിച്ചു കൊണ്ടിരുന്നത്. അതുകൂടാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡാറ്റ റിഫറൻസ് നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്ത വിഷയങ്ങളിലുള്ള സംസാരങ്ങളും പ്രഭാഷണങ്ങളും നമ്മൾ ക്ലാസ്സുകളിൽ ഷെയർ ചെയ്തിരുന്നു. ഈ വിഷയങ്ങളെയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങളിലെ അവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രവും വർത്തമാനവും പഠിക്കുകയും മനസ്സിലാക്കുകയും വേണ്ടത്. നമ്മളിവിടെ സംസാരിച്ചതും സംസാരിക്കാത്തതുമായ അനവധി വിഷയങ്ങൾ വേറെയുമുണ്ട്. ഈ ഒരു ലോകത്തേക്കുള്ള ഒരു കാൽവെപ്പ് എന്ന നിലയിലാണ് നമ്മളുടെ ഈ കഴിഞ്ഞ 1.5 മാസത്തെ ക്ലാസ്സുകളെയും ചർച്ചകളെയും കാണേണ്ടത്. വെസ്റ്റ് ഏഷ്യ നോർത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങളിലെ രാഷ്ട്രീയത്തെയും സമൂഹത്തെയും അവിടെയുള്ള എക്സ്റ്റേണലായ വൈദേശിക ഇടപെടലുകളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴും നമ്മുടെ പ്രധാന വിഷയമായി പല ഭാഗങ്ങളിൽ ഊന്നി വന്നത് അത് ഫലസ്തീനിനെ കുറിച്ചുള്ള ചർച്ചകളായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഈ ഓൺലൈൻ സമ്മർ സ്കൂൾ ഫലസ്തീനിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ ആ വിഷയം ചെലുത്തുന്ന അതിൻ്റെ സംഭവവികാസങ്ങളും അതിൻ്റെ സ്വാധീനവും അത് ഈ വ്യത്യസ്ത മേഖലകളിൽ ഉണ്ടാവുന്ന എഫക്റ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളെയും അതുപോലെ ഈ പ്രശ്നങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഫലസ്തീനിൽ എങ്ങനെ ഭവിക്കുന്നു എന്നൊക്കെയായിരുന്നു നമ്മൾ വിശദമായി ചർച്ച ചെയ്തത്. നമുക്ക് മനസ്സിലായതുപോലെ തന്നെ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങളിലെ ഏറ്റവും സുപ്രധാനമായ നിർണായകമായ ഒരു ടോപ്പിക് തന്നെയാണ് ഫലസ്തീൻ. അവിടെ ആ ഒരു പ്രദേശം ഒരുപക്ഷെ അവിടുത്തെ രാഷ്ട്രീയം മനുഷ്യാവകാശമായി നമുക്ക് മനസ്സിലാക്കാം, അറബ് ദേശീയവാദത്തിൻ്റെ ഒരു വിഷയം എന്ന നിലയിലും നമുക്കതിനെ കാണാം. അതിൻ്റെ കൂടെ റീജിയണൽ പൊളിറ്റിക്സിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്ന ഒരു രാഷ്ട്രീയ ചർച്ച, സാമൂഹിക ചർച്ച, ഒരു ജനവിഭാഗത്തിൻ്റെ ചർച്ച എന്ന നിലയിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ പ്രവാസം എന്ന ഏറ്റവും ഭയാനകരമായ ഒരു വിഷയം അത് ഏറ്റുവാങ്ങേണ്ടി വന്ന, അതിൻ്റെ പേരിൽ പീഡനം അനുഭവിക്കേണ്ടി വന്ന ഫലസ്തീനി ജനതയുടെ ചരിത്രവും നമ്മൾ അതിൽ സംസാരിച്ചിരുന്നു. ഡെമോഗ്രഫി, ഒരു ജനതയുടെ അവരുടെ അവകാശം, അവരുടെ പോരാട്ടം, അവരുടെ ജനനം, അവരുടെ അതിജീവനവുമായി ബന്ധപ്പെട്ട ഡെമോഗ്രഫിയെ കുറിച്ചുള്ള വിശദീകരണങ്ങളും, അതായത് ഫലസ്തീനെ തന്നെ കേന്ദ്രീകരിച്ചുള്ള വിശദീകരണങ്ങളും നമ്മുടെ പല പ്രഭാഷണങ്ങളിലും ക്ലാസ്സുകളിലും അത് കടന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എങ്ങനെയാണ് ഓരോ സ്റ്റേറ്റുകളും സ്വതന്ത്രമായി ജീവിക്കുന്നത്, അതായത് ഇറാഖ്, അവിടെ ഖത്തറിനെ പോലുള്ള ഒരു സ്റ്റേറ്റ്, ഒരു ഏറ്റവും ചെറിയ ഒരു GCC നാടെന്ന നിലയിൽ അവർ ഏതൊക്കെ തരത്തിലാണ് അവരുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നത്, വൈദേശിക നയങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അവരുടെ സിൽബന്ധികളായ പല GCC രാഷ്ട്രങ്ങളുടെയും നിർബന്ധവും സമ്മർദ്ദങ്ങളെയും അവഗണിച്ചുകൊണ്ട് ഖത്തർ പോലുള്ള ഒരു രാഷ്ട്രം എങ്ങനെയാണ് നെഞ്ചുയർത്തി നിൽക്കുന്നതൊക്കെയും നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ക്ലാസ്സുകളിൽ ഷെയർ ചെയ്ത ഇറാൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് 1979 ഒരു വിപ്ലവത്തിലൂടെ രൂപപ്പെട്ട ഇറാൻ എന്ന് പറയുന്ന ഒരു ഷിഈ ഡൈമെൻഷൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു സ്റ്റേറ്റ്, എന്നാൽ ആ സ്റ്റേറ്റിനെതിരെ അമേരിക്കയുടെ സഹായത്തോടു കൂടി തന്നെ 8 വർഷം സദ്ദാം ഹുസൈൻ്റെ കയ്യാൽ യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വരികയും, എന്നിട്ട് 8 വർഷം കഴിഞ്ഞിട്ടും ഒന്നാം ഗൾഫ് വാർ എന്ന് വിളിക്കപ്പെടുന്ന ഇറാൻ ഇറാഖ് യുദ്ധത്തിന് ശേഷവും ഇറാൻ ഇപ്പോഴും അമേരിക്കയുടെയും ബാക്കിയുള്ളവരുടെയും സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് ജീവിക്കുന്നതിൻ്റെയും ഒരു ചരിത്രം നമ്മൾ പലതവണ ക്ലാസ്സുകളിൽ സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ പ്രദേശങ്ങളിലുണ്ടായ പലതരം വിപ്ലവങ്ങൾ, അത് പഴയകാല 800കളുടെ തുടക്കത്തിലോ അവിടെയുള്ള ഉറാബി വിപ്ലവം മുതൽ പിന്നീട് ഇങ്ങോട്ട് അറബ് സ്പ്രിങ്ങിൻ്റെയും അതിനുശേഷം നടന്ന പല ചർച്ചകളും നമ്മൾ ഈ വിഷയത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആ വിഷയം ഉൾക്കൊള്ളിച്ചതിൻ്റെ പ്രധാന ലക്ഷ്യം തന്നെ
ഈ അറബ് ജനത എന്നത് അഭിപ്രായമില്ലാത്ത, അവകാശബോധമില്ലാത്ത, സ്വാതന്ത്ര്യദാഹമില്ലാത്ത, അടിമത്തം മാത്രം ആഗ്രഹിക്കുന്ന, ഭരണകൂടത്തിന് വിനീത വിധേയരായി ജീവിക്കുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു ജനവിഭാഗം, ഒരു പ്രദേശം എന്ന ഓറിയന്റലിസ്റ്റിക് കാഴ്ചപ്പാടിനെയോ അല്ലെങ്കിൽ വൈദേശിക, പ്രത്യേകിച്ച് അമേരിക്കൻ ഇസ്രായേലി കാഴ്ചപ്പാടിനെ തിരുത്തുവാൻ ഈ ജനതയ്ക്ക്, ഈ പ്രദേശത്തിലെ ജനതയ്ക്ക് സാധിക്കും എന്നതിൻ്റെ ഉദാഹരണം എന്ന നിലയിലാണ് നമ്മൾ അവിടുത്തെ പ്രക്ഷോഭങ്ങളെയും റെബല്യനെയും റവല്യൂഷനെയും അവിടെ നടന്ന അറബ് സ്പ്രിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ സംസാരിച്ചത്. അതായത് ഈ ജനതയ്ക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രതിഷേധിക്കുവാനും പ്രക്ഷോഭം നടത്തുവാനും മാറ്റങ്ങൾ ഉണ്ടാക്കുവാനും പോലും സാധിക്കുന്ന ഒരു ജനതയാണ് എന്ന് ആ ജനത കാണിച്ചു തന്നു എന്നും നമ്മൾ ക്ലാസ്സുകളിൽ സംസാരിച്ചിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മറ്റു പല വിഷയങ്ങളും, അത് ഫലസ്തീനുമായി കേന്ദ്രീകരിച്ചത് കൊണ്ട് തന്നെ വ്യത്യസ്ത വിഷയങ്ങൾ സംസാരിച്ചു. അവിടുത്തെ ജിയോ പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിച്ചു. അതായത് സെക്ടേറിയൻ ഡൈമെൻഷനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അറബ് ജനതയെ അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ജനതയെ പല സെക്റ്റുകളായി തരംതിരിക്കുകയും അതിൽ നിന്നുകൊണ്ട് പരസ്പരം പോരടിക്കുകയും, അത് ഐഡിയോളജിക്കൽ ഡ്രിഫ്റ്റ് ആവട്ടെ, സായുധമായ സമരങ്ങളാവട്ടെ, ഈ പലതരത്തിലുള്ള പോരാട്ടങ്ങളിൽ എപ്പോഴും വിധേയരാവേണ്ട ഒരു സമൂഹം എന്ന നിലയിൽ ആ ഒരു കാഴ്ചപ്പാടിലൂടെ സെക്ടേറിയൻ പൊളിറ്റിക്സ് അങ്ങനെ തന്നെ പിടിച്ചുയർത്തി നിർത്തുക എന്ന് പറയുന്ന വൈദേശിക താല്പര്യങ്ങളെ നമ്മൾ ക്ലാസ്സുകളിൽ സംസാരിച്ചിരുന്നു. എന്നാൽ നമ്മൾ പറഞ്ഞിരുന്നു വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങളെന്ന് പറയുന്നത് അത് സെക്ടേറിയൻ ഡൈമെൻഷനേക്കാളും അപ്പുറം റീജിയണൽ പൊളിറ്റിക്സും അതിൽ വൈദേശിക ഇടപെടലുകളുടെ ഭാഗമായി ഉണ്ടാവുന്ന പ്രശ്നങ്ങളുമാണ് ഈ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ പ്രദേശത്തെ പ്രധാനമായും ഈ സംഭവബഹുലമായ ഒരു പ്രദേശമാക്കി മാറ്റുന്നത് എന്ന് നമ്മൾ ഈ ക്ലാസ്സുകളിൽ സംസാരിച്ചിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഈ പ്രദേശങ്ങളിലെ ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച് വ്യത്യസ്ത വിഷയങ്ങൾ ആയിട്ട് തന്നെ നമ്മൾ കൈകാര്യം ചെയ്തു. ഫലസ്തീൻ അല്ലെങ്കിൽ ഖത്തർ, ഇറാൻ, ഇറാഖ്, സിറിയ പോലുള്ള പ്രദേശങ്ങൾ അത് വെറും ചെറുതായിട്ട് കാണേണ്ടതല്ല എന്നും അതിന് നിർണായകമായ ഒരുപാട് മാനങ്ങൾ അവിടെ ഉണ്ട് എന്നും സംസാരിച്ചു. അതിലേറ്റവും വളരെ പ്രസക്തമായി തന്നെ നമ്മൾ എടുത്ത വിഷയമാണ് ഹൂത്തികളെ കുറിച്ചിട്ടുള്ള ഒരു വിഷയം. അതായത് ഇന്ന് ഇപ്പോഴും ഫലസ്തീൻ വിഷയത്തിൽ ഹമാസ് ഫലസ്തീനുള്ളിൽ നിന്നുകൊണ്ട് ബാക്കിയുള്ള പോരാട്ട സംഘടനകളുടെ സഹായത്തോടു കൂടി തന്നെ വളരെ ദുർബലമായ ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും ചെറുത്തുനിൽപ്പ് നടത്തുവാനും അവരുടെ താല്പര്യങ്ങളിലേക്കും അമേരിക്കയും ഇസ്രായേലും പലപ്പോഴും, ഇപ്പോൾ അവസാനത്തെ സീസ് ഫെയർ പോലും നടക്കാൻ പോകുന്നു എന്ന് നമുക്കറിയാം. അതായത് അവരുടെ താല്പര്യങ്ങളിലേക്ക് ഇവർ വരേണ്ടി വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട് എന്നും നമുക്കറിയാം. എന്നാൽ ഭൂമിശാസ്ത്രപരമായി വളരെ വ്യത്യസ്തമായ ഒരു പ്രദേശത്ത് കിടക്കുന്ന യമനിലെ അവിടെയുള്ള ഹൂത്തികൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിഭാഗം ഈ ഒരു വിഷയത്തിൽ വളരെ പ്രോആക്റ്റീവായ നിലപാട് സ്വീകരിക്കുകയും ഇസ്രായേലിനെയും ചുറ്റുപാടുമുള്ള അമേരിക്കൻ ഇസ്രായേലി സിൽബന്ദികളായ രാഷ്ട്രങ്ങളെയും തങ്ങളുടെ താല്പര്യങ്ങളിലേക്കും സമ്മർദ്ദത്തിലേക്കും കൊണ്ടുവരാൻ കഴിഞ്ഞതിൻ്റെ ചരിത്രവും വർത്തമാനവും നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിൽ സംസാരിച്ചിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നങ്ങൾ രൂപപ്പെടുന്നത്, അത് വൈദേശിക ശക്തികളുടെ ഇടപെടലുകളാണ് അതിൻ്റെ പ്രധാന കാരണങ്ങളിൽ പ്രധാനമെന്നത് നമ്മൾ സംസാരിച്ചിരുന്നു. അതിൽ അമേരിക്ക എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് അവരുടെ രൂപീകരണം മുതൽ, അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങൾ രാഷ്ട്രീയപരമായും സാംസ്കാരികപരമായും ആധുനിക കാലത്ത് ചർച്ച ചെയ്യപ്പെടുന്ന കാലം മുതൽ ഈ അമേരിക്കൻ സ്റ്റേറ്റ് അവരുടെ വൈദേശിക ഇടപെടലുകൾ ഈ പ്രദേശത്തിൽ ഏത് തരത്തിലാണ് മാറ്റം വരുത്തിയതെന്നും അതിൻ്റെ പ്രധാന കാരണമെന്നും നമ്മൾ സംസാരിച്ചിരുന്നു. അമേരിക്ക അവരെപ്പോഴും ചെലുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ശക്തികളെ അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്നും അവരുടെ താല്പര്യങ്ങൾക്ക് അനുഗുണമായ പ്രാദേശിക ശക്തികളെ, സിൽബന്ദികളെ വീണ്ടും ഉണ്ടാക്കുവാനും നിർമ്മിക്കുവാനും ശ്രമിക്കുമെന്നും നമ്മൾ സംസാരിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വെസ്റ്റ് ഏഷ്യയെ മുറിക്കുന്നതും അതിൻ്റെ പേരിൽ ഉണ്ടാക്കിയ ഫലസ്തീനിൻ്റെ വിഷയത്തിൽ തന്നെ ഉണ്ടാക്കിയ നിരവധി കരാറുകളിൽ പ്രധാനമായി അമേരിക്ക വരുന്നത് പോലും അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു ആഗ്രഹം വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അമേരിക്കയുടെ ഈ വിഷയത്തിലുള്ള വെസ്റ്റ് ഏഷ്യൻ വൈദേശിക നയങ്ങളെക്കുറിച്ച് നമ്മൾ പ്രധാനമായും സംസാരിച്ചിരുന്നു. ഇതിൻ്റെ കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയ മറ്റൊരു പ്രധാന വിഷയമാണ്
ഈ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ ചരിത്രത്തിൻ്റെ വിവിധ കാലഘട്ടങ്ങളിൽ ഉയർന്നു വന്ന ദേശീയവാദ ചിന്തകളെക്കുറിച്ച് നമ്മുടെ ഒരു പ്രധാന വിഷയമായി നമ്മൾ കൊണ്ടുവന്നിരുന്നു. അതിൽ അറബ് നാഷണലിസം പ്രധാന വിഷയമായിരുന്നു. അറബ് നാഷണലിസം മുമ്പ് തന്നെ, അതായത് ഈ വെസ്റ്റേൺ ഇൻ്റർഫിയറൻസ് വരുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെ അറബ് നാഷണലിസം സജീവമായിരുന്നു. അത് ഫ്രാൻസിനെതിരെയും ബ്രിട്ടനെതിരെയും പോരാടുന്നതിൽ അറബ് നാഷണലിസം വലിയ സഹായമായിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ ഉസ്മാനി ഖിലാഫത്തിനോട് വിടുതി പ്രഖ്യാപിച്ചുകൊണ്ട് രൂപപ്പെട്ട പലതരം വിഘടനവാദങ്ങളിലും അറബ് നാഷണലിസം ഉണ്ടായിരുന്നു. അത് 1916 മുതൽ പിന്നീട് 1926, 30 വരെ നീണ്ടുനിന്ന പലതരം പോരാട്ടങ്ങളെയും അറബ് പ്രക്ഷോഭം അടക്കമുള്ള കാര്യങ്ങളെയും നമ്മൾ ഈ വിഷയത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. സൗദി അറേബ്യയുടെ രൂപീകരണം പോലും ഒരു തരത്തിൽ ഈ ഒരു സൗദ് കുടുംബത്തിൻ്റെ തന്നെ ആ പ്രദേശത്തിൽ നിന്നുള്ള ഒരു വിഘടനവാദത്തിൻ്റെ ഒരു വിഷയം നമ്മൾ ഉൾക്കൊള്ളിച്ചു. അത് നമ്മൾ സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ ഇന്നും ഈ അറബ് നാഷണലിസം ഏകദേശം തകർന്നടിഞ്ഞെങ്കിൽ പോലും, അതായത് നാസറിസത്തിൻ്റെ ഭാഗമായി അറബ് നാഷണലിസം ഉയർന്നു വന്നുവെങ്കിലും ജമാൽ അബ്ദുൽ നാസറിൻ്റെ 1970 മരണത്തോടു കൂടി അത് ഇല്ലാതാവുകയും പിന്നീട് സജീവമാവുന്നത് മറ്റു പല വിഷയങ്ങളാണ്. അതായത് അതിനു മുമ്പ് തന്നെ കുർദ് നാഷണലിസത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. 1900ങ്ങളുടെ തുടക്കത്തിൽ തന്നെ കുർദ് നാഷണലിസ്റ്റ് ചർച്ചകൾ മുമ്പ് ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അത് തുർക്കി ഒരു സ്റ്റേറ്റായി രൂപപ്പെടുകയും തുർക്കി സ്റ്റേറ്റുമായി കുർദുകൾ സായുധ സമരങ്ങളിൽ ഇടപെടുകയും അതുമായി രക്തരൂക്ഷിതമായ കലാപങ്ങൾ അതിൻ്റെ പേരിൽ ഉണ്ടാവുകയും പിന്നീട് തുർക്കിഷ് നാഷണലിസത്തെ തീവ്രവാദമായി തുർക്കി സ്റ്റേറ്റ് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തെയും നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ നിലവിൽ കുർദുകൾ, അതായത് ഈ ഒരു നാഷണലിസത്തിൻ്റെ പ്രധാന വക്താക്കളായ PKK എന്ന് വിളിക്കപ്പെടുന്ന ഒരു മിലീഷ്യ, അവർ തുർക്കി ഭരണകൂടവുമായി അത് സമവായത്തിലെത്തുകയും ആയുധം കീഴടക്കുകയും ഒരു ചർച്ചകൾ പുനരാരംഭിക്കുകയും ചെയ്തു എന്ന് നമുക്കറിയാം. എന്നാൽ പോലും ഈ കുർദ് നാഷണലിസത്തിൻ്റെ വിവിധ വിഭാഗങ്ങൾ സിറിയയിലും മറ്റു ഭാഗത്തും ഉണ്ടാവുകയും ഈ വിഘടനവാദികളെ അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ള പ്രാദേശിക സാമ്രാജ്യത്വ ശക്തികൾ ഈ ഭാഗത്തെ സമാധാനപരമായ രാഷ്ട്രീയ ഗതിവിഗതികൾക്ക് വിഘാതം സൃഷ്ടിക്കുവാൻ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു വസ്തുതയെക്കുറിച്ച് നമ്മൾ ക്ലാസ്സുകളിൽ സംസാരിച്ചിരുന്നു. അതിൻ്റെ കൂടെ തന്നെ മറ്റൊന്നാണ് തുർക്കിഷ് നാഷണലിസത്തിൻ്റെ ചരിത്രവും. അതായത് ഖിലാഫത്തിൻ്റെ ഒരു പതനത്തിലേക്ക് തുർക്കിഷ് നാഷണലിസം കാരണമാവുന്നു. പിന്നീട് ഈ അറബ് ഭാഗത്തു നിന്നുള്ള ഒരു വിടുതി അവർ പ്രഖ്യാപിച്ചുകൊണ്ട് തുർക്കിയെ ഒരു തുർക്കിഷ് സ്റ്റേറ്റായി പ്രഖ്യാപിക്കുന്നു. അതോടുകൂടി ആ തുർക്കി സ്റ്റേറ്റ് പിന്നീട് യൂറോപ്പനൈസേഷനും വെസ്റ്റേണൈസേഷനും പ്രധാന പ്രോസസ്സായും സ്റ്റേറ്റ് കാഴ്ചപ്പാടായും അവർ സ്വയം സ്വീകരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഈ കുർദിഷ് നാഷണലിസത്തിൻ്റെ ഭാഗമായി അവിടെ ഒരു മുഴുവൻ മുസ്ലിം സൊസൈറ്റിയായ 95ലധികം മുസ്ലിങ്ങളുള്ള ഒരു സ്റ്റേറ്റിൽ അവർ നടത്തുന്ന സെക്കുലറൈസേഷൻ പ്രോസസ്സ്, നാഷണലിസത്തിൻ്റെ പേരിൽ സെക്കുലറൈസേഷൻ പ്രോസസ്സ് ഉണ്ടാക്കുന്ന വിഘാതങ്ങളെയും നമ്മൾ ക്ലാസ്സുകളിൽ സംസാരിച്ചിരുന്നു. ഇതിൻ്റെ കൂടെ ഫലസ്തീൻ ഒരു പ്രധാന വിഷയമായതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഏറ്റവും സുപ്രധാനമായി നമ്മൾ വിശദമായി സംസാരിച്ചത് സിയോണിസം എന്ന് പറയുന്ന ഒരു ജൂവിഷ് നാഷണലിസത്തെ കുറിച്ചിട്ടാണ്. അത് തിയോഡർ ഹെർസലിനെയും അടക്കമുള്ള നിരവധി സ്കോളേഴ്സുകൾ എങ്ങനെയാണ് ഈ ജൂയിഷ് നാഷണലിസം ഉയർത്തിക്കൊണ്ടുവന്നതെന്നും അത് ദ ജൂയിഷ് സ്റ്റേറ്റ് എന്ന് പറയുന്ന രചനയിലൂടെ ഒരു ജൂയിഷ് ഹോംലാൻഡ്, അത് ഫലസ്തീനിൽ തന്നെ ഉണ്ടാവണമെന്ന് പറയുന്ന ബിബ്ലിക്കൽ നരേറ്റീവിൻ്റെ സഹായത്തോടു കൂടി ജനതയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുകയും അതിൻ്റെ ഭാഗമായി തന്നെ 50 വർഷത്തിനിടയിൽ 1948 അവർക്ക് ഒരു ജൂയിഷ് സ്റ്റേറ്റ് രൂപീകരിക്കുന്ന കഴിഞ്ഞു എന്നതും അതിനവരുപയോഗിച്ച തന്ത്രങ്ങളെയും വാദഗതികളെയും ജസ്റ്റിഫിക്കേഷനെയും എല്ലാം നമ്മൾ വിശദമായി സംസാരിച്ചിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ പ്രധാനമായും ഉൾക്കൊള്ളിച്ച മറ്റൊരു വിഷയമാണ് ഇസ്ലാം. ഒരു പ്രത്യയശാസ്ത്രം, ഒരു മതം, ഒരു കൾച്ചർ, ഒരു മെത്തഡോളജി എന്ന നിലയിലൊക്കെയും ഇസ്ലാം എങ്ങനെയാണ് വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ ഇത്രയും നിർണായകമായി മാറുന്നത് എന്ന് നമ്മൾ സംസാരിച്ചിരുന്നു. അതിൽ ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന 3 ടെർമിനോളജികളെ, 3 പദാവലികളെ നമ്മൾ പ്രധാനമായും കൈകാര്യം ചെയ്തു. അതിൽ ഒന്ന് ഇസ്ലാമിസമാണ്. എങ്ങനെയാണ് ഇസ്ലാമിസം എന്നുള്ള പദം രൂപപ്പെടുന്നത്? ഇത് വോൾട്ടേർ എന്ന് വിളിക്കപ്പെടുന്ന യൂറോപ്യൻ നവോത്ഥാനത്തിൻ്റെ പ്രധാനികളിൽ ഒരാളായ അയാളാണ് ഈ വോൾട്ടേർ എന്നുള്ള പദം, ഈ ഒരു ഇസ്ലാമിസം എന്നുള്ള പദം കൊണ്ടുവരുന്നതെന്നും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാം മാത്രമായിരുന്നുവെന്നും
അതായത് മുഹമ്മദ് എന്ന് പറയുന്ന നോവൽ എഴുതിക്കൊണ്ട് മുഹമ്മദിനെ ബാർബറിക്കായി ചിത്രീകരിക്കുന്ന ഒരു കാഴ്ചപ്പാടിനെയും പറഞ്ഞു. അതായത് ഇന്ന് ലോകത്ത് ഒരു മുസ്ലിം സാമൂഹിക രാഷ്ട്രീയ പ്രവണതയെ വിളിക്കുന്ന ഇസ്ലാമിസം എന്ന് പറയുന്ന ആ ഒരു ചർച്ച രൂപപ്പെടുത്തിയത് ഇസ്ലാമോഫോബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശക്തമായി വെറുത്തിരുന്ന ഒരാളായിരുന്നു അത് ഫോം ചെയ്തത്, കോയിൻ ചെയ്തത് എന്നത് ചേർത്ത് വായിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിസം എന്നുള്ള പദത്തിന് ഈ തരത്തിലുള്ള വയലൻ്റായ, അത് ഒരു സാമൂഹ്യ വിരുദ്ധമായ, ഒരു പവർ തേസ്റ്റിയ, രാഷ്ട്രീയാധികാരം കൊതിക്കുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ, സ്ത്രീ വിരുദ്ധരായ, വെസ്റ്റ് വിരുദ്ധരായ, ആൻറ്റി സെമിറ്റിക്കായ, പ്രോഗ്രസ് വിരുദ്ധരായ, പക്ക അൾട്രാ ഒരു വയലൻ്റായ ഒരു വിഭാഗത്തിനെ സൂചിപ്പിക്കുന്ന പദമായി അത് മാറി എന്നതിനെ കുറിച്ച് നമ്മളത് വിശദമായി സംസാരിച്ചിരുന്നു. അപ്പോൾ ആ പദത്തിൻ്റെ ഒരു ആ പദത്തിൻ്റെ ഒരു ഇവല്യൂഷനെ കുറിച്ചും നമ്മൾ വിശദമായി സംസാരിച്ചു. അതിൻ്റെ കൂടെ തന്നെ പാൻ ഇസ്ലാമിസം എന്ന് പറയുന്ന പദം രൂപപ്പെടുന്നതും ആ പാൻ ഇസ്ലാമിസം എന്ന പദത്തിൻ്റെ ഭാഗമായി അതിലെന്തൊക്കെയാണ് ചർച്ച വന്നതെന്നും പാൻ ഇസ്ലാമിസം അതെങ്ങനെയാണ് ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ അത് ഉപയോഗിക്കപ്പെട്ടതെന്നും സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡും മുഹമ്മദ് അബ്ദും ജമാലുദ്ദീൻ അഫ്ഗാനിയും റഷീദ് റിളയെ പോലുള്ള പണ്ഡിതന്മാരും നമ്മുടെ സ്വന്തം മമ്പുറം തങ്ങൾ പോലുള്ള പണ്ഡിതന്മാരുമെല്ലാം പാൻ ഇസ്ലാമിക് എന്ന് പറയുന്ന ഒരു ആശയത്തിൻ്റെ പ്രതിനിധികളായി എങ്ങനെ മാറിയെന്നും നമ്മുടെ വിഷയത്തിൽ വിശദമായി സംസാരിച്ചു. അതുപോലെ തന്നെ ഇസ്ലാമിക ലോകത്തെ ഏറ്റവും സുപ്രധാനമായ ഒരു മെത്തഡോളജി എന്ന നിലയിൽ സലഫിയ എന്ന വിഷയത്തെയും വിശദമായി തന്നെ നമ്മൾ സംസാരിച്ചു. അതായത് ഈജിപ്ഷ്യൻ സലഫിസം, സലഫിയ തൻവീരിയ, എൻലൈറ്റൻമെൻറ്റ് സൂഫീസ് സലഫീസ് എന്ന് വിളിക്കപ്പെടുന്ന ഈജിപ്ഷ്യൻ സലഫിസത്തെക്കുറിച്ചും അതുപോലെ തന്നെ സൗദി അറേബ്യയുടെ ഒഫീഷ്യൽ ഉലമാക്കളെക്കുറിച്ചും, എന്നാൽ ആ ഒഫീഷ്യൽ ഉലമാക്കൾക്ക് റിബലായി നിൽക്കുന്ന സഹ്വ ഇസ്ലാമിയ അല്ലെങ്കിൽ സഹ്വ സലഫിയ എന്ന് വിളിക്കപ്പെടുന്ന ഷെയ്ഖ് മുഹമ്മദ് ഖുത്തുബിൻ്റെ അനുയായി ബന്ധത്തിൽ അവരാൽ രൂപപ്പെടുത്തിയ സഹ്വ സലഫി അല്ലെങ്കിൽ സഹ്വ ഇസ്ലാമി എന്ന് പറയുന്ന വ്യതിരിക്തമായ സലഫി ഗ്രൂപ്പിനെ കുറിച്ചും അതെങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും വിവിധ കാലഘട്ടങ്ങളിൽ ഇൻഫ്ലുവൻസ് ചെലുത്തിയതെന്നും അവരുടെ ആശയധാരകളെയും വ്യത്യാസങ്ങളെയും മെത്തഡോളജികളെയും നമ്മൾ വിശദമായി ഈ ഒരു ക്ലാസ്സുകളിൽ സംസാരിച്ചിരുന്നു. അതിൻ്റെ കൂടെ ലബനാൻ എന്ന ഒരു വളരെ സുപ്രധാനമായ ലവാൻത്തിലെ അല്ലെങ്കിൽ ഷാമിലെ ഏറ്റവും സുപ്രധാനമായ സ്റ്റേറ്റുകളിൽ ഒന്നായ ലബനാനിനെ കുറിച്ചും നമ്മൾ വിശദമായിട്ടാണ് കൈകാര്യം ചെയ്തത്. ഒരു മുമ്പ് കാലങ്ങളിൽ ഗ്രീക്കിൻ്റെ അധികാരത്തിൽ നിന്ന് മാറി അല്ലെങ്കിൽ ഇടക്കാലത്ത് അത് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ വരികയും അതിനുശേഷം ഇസ്ലാമിൻ്റെ ഖിലാഫത്തിൻ്റെ കാലത്തിൽ ഉമർ അള്ളാഹുവിൻ്റെ കീഴിൽ ഭരണത്തിൻ്റെ കീഴിൽ അത് ഖിലാഫത്തിൻ്റെ ഭാഗമായി ചേരുകയും പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് പലതവണ മുസ്ലിങ്ങൾ ഭരിക്കുകയും ചെയ്യുന്ന, പിന്നെ അതിനുശേഷം അവസാനം ഫ്രഞ്ച് മാൻഡേറ്റ് എന്ന പേരിൽ ഫ്രഞ്ചുകാർ ഭരിക്കുന്ന ഒരു പ്രദേശമായി മാറിയെന്നും പിന്നീട് 1943 പിന്നീട് 1946 പൂർണ്ണമായ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി രൂപപ്പെട്ടതിൻ്റെ ചരിത്രവും അതിപ്പോൾ ഫലസ്തീനിലും സിറിയൻ വിഷയങ്ങളിലും ചെലുത്തുന്ന നിർണായകമായ സ്ഥാനത്തെയും സ്വാധീനത്തെയും ഈ ചുറ്റുപാടുള്ള രാഷ്ട്രീയം ലബനാനിൽ ഉണ്ടാക്കുന്ന പ്രശ്നത്തെക്കുറിച്ചും അതിൻ്റെ കൂടെ ലബനാനിൽ ഒരു പാരാ മിലിറ്ററി അല്ലെങ്കിൽ പാരാ ഗവർണൻസ് എന്ന രീതിയിൽ ഈ ഫലസ്തീൻ വിഷയത്തെ നിർണായകമായി സ്വാധീനിക്കുന്ന ഹിസ്ബുള്ള എന്ന് വിളിക്കപ്പെടുന്ന രാഷ്ട്രീയ മിലിറ്ററി സംഘടനയെക്കുറിച്ചും നമ്മൾ ലബനാൻ്റെ വിഷയത്തിൽ വിശദമായി തന്നെയാണ് സംസാരിച്ചത്. അതിൻ്റെ കൂടെ നമ്മൾ ഈ ഫലസ്തീൻ വിഷയത്തിലെ ഇസ്ലാമിക പണ്ഡിതന്മാർ എങ്ങനെയാണ് അത് കാണുന്നത്, അതിൽ പ്രധാനമായും 3 പേര്, അതിലൊന്ന് ഷെയ്ഖ് ഹസൻ അൽ ബന്ന, രണ്ടാമത് മൗലാന മൗദൂദി, 3 റൂഹുല്ല ആയത്തുള്ള ഖുമൈനി എന്ന് വിളിക്കപ്പെടുന്ന 3 പേർ 3 പ്രദേശങ്ങളിൽ വ്യത്യസ്തമായ തരത്തിൽ ഒരു റെവല്യൂഷൻ സൃഷ്ടിക്കാൻ കഴിഞ്ഞ, ഭൗതികമായും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായും തന്നെ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞ 3 പേർ. അതിലൊന്ന് ഷെയ്ഖ് ഹസൻ അൽ ബന്നയാണ്. അദ്ദേഹം ശാരീരികമായി തന്നെ ജിഹാദിൽ ഏർപ്പെടുകയും 10,000-ഓളം ഇഖ്വാനികളെ ഫലസ്തീൻ ജിഹാദിന് സമർപ്പിക്കുകയും ചെയ്ത, ഫലസ്തീൻ്റെ വിഷയം അത് മുസ്ലിം സമൂഹത്തിൻ്റെ വിജയത്തിന് പ്രധാന കാരണമാകുമെന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ അനുയായി വൃന്ദമാണ് ഇന്ന് ഹമാസ് ഒന്നും അല്ലെങ്കിൽ മറ്റു പല ഭാഗങ്ങളിലും ഇസ്രായേലി വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതെന്നും നമ്മൾ പഠിച്ചിരുന്നു. അതിൻ്റെ കൂടെ തന്നെ മൗലാന മൗദൂദി ഇന്ന് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യയിൽ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു വിഷയത്തെ കത്തിച്ചു നിർത്തുകയും അത് മുസ്ലിം സമൂഹത്തിൻ്റെ പ്രധാന വിഷയമാക്കി മനസ്സിലാക്കി കൊടുക്കുകയും ഫലസ്തീൻ വിഷയം എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക് വിഷയമാക്കി മനസ്സിലാക്കണമെന്നും ഇസ്ലാമിൻ്റെ നവോത്ഥാനത്തിന് ഫലസ്തീൻ
അടിയാധാരമായി മാറുന്നുവെന്ന് മൗലാന മൗദൂദിയുടെ പല രചനകളിലൂടെയും ചിന്തകളിലൂടെയും നമ്മൾ ഇവിടെ പരാമർശിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. അതിൻ്റെ കൂടെയാണ് റൂഹുള്ള ആയത്തുള്ള റൂഹുള്ള ഖുമൈനി എന്ന് ആധുനിക ഇറാൻ്റെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ്റെ സ്ഥാപകനായ ഇമാം ഖുമൈനിയുടെ കാഴ്ചപ്പാടുകൾ. ആദ്യത്തെ 2 പേർ സുന്നി വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ ഇമാം ഖുമൈനി ഷിയായി വിഭാഗത്തിൽ വന്ന ആ ഒരു കാഴ്ചപ്പാടിലൂടെ ഒരു സ്റ്റേറ്റ് രൂപീകരിച്ച പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ചിന്തകളിലും പ്രധാനമായും തന്നെ ഇസ്രായേലി വിരുദ്ധമായ അമേരിക്കൻ വിരുദ്ധമായ കാഴ്ചപ്പാടുകൾ തന്നെയായിരുന്നു. കാരണം ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ രൂപീകരണം പോലും അമേരിക്കൻ ഇസ്രായേലി താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ മുദ്രാവാക്യങ്ങളിൽ ഷൈത്താനുൽ അക്ബർ എന്ന രീതിയിൽ അമേരിക്കയും ഇസ്രായേലിനെയും ചേർത്തുകൊണ്ട് ശപിക്കുന്ന, അവർക്കെതിരെ പ്രൊട്ടസ്റ്റ് നടത്തുന്ന നിരവധി മുദ്രാവാക്യങ്ങളിലൂടെയാണ് എല്ലാ ഇറാനിൻ്റെ സ്വാതന്ത്ര്യ ദിനവും കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ പോലും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി തന്നെ ഹിസ്ബുള്ളയെയും ഹൂത്തികളെയും ഹമാസിനെയും ഈ പോരാട്ടങ്ങൾ ചേർന്ന് നിൽക്കുന്നവരെയും സഹായിക്കുന്ന ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ ഇറാൻ മാറിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് ആയത്തുള്ള റൂഹുള്ള ഖുമൈനിയുടെ ചിന്തയുടെ സ്വാധീനവും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനുമാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഫലസ്തീൻ ഒരു പ്രശ്നമായി അതിൽ റീജിയണലായ GCCകളാവട്ടെ ബാക്കിയുള്ള സ്റ്റേറ്റുകളാവട്ടെ ഈ സ്റ്റേറ്റുകളെല്ലാം ഫലസ്തീൻ വിഷയത്തെ എങ്ങനെ സമീപിക്കുന്നു എന്ന് നമ്മൾ വിശദമായി സംസാരിച്ചിരുന്നു. അതിൽ പലതവണ അറബ് ഇസ്രായേൽ വാർ ഉണ്ടാവുന്നതിനെക്കുറിച്ചും ആ വാർ യുദ്ധങ്ങൾ ഉണ്ടായതിനു ശേഷം പല ഭാഗങ്ങളായി പല ചരിത്ര ഘട്ടങ്ങളിലായി ഇസ്രായേലുമായി സന്ധിയിലേർപ്പെടുന്ന സ്റ്റേറ്റുകളെക്കുറിച്ചും അവസാനം അബ്രഹാം അക്കോർഡ്സ് എന്ന പേരിൽ അമേരിക്ക തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ആ ഒരു വിഷയത്തിൽ ഫലസ്തീനികളുടെ സാന്നിധ്യം പോലുമില്ലാതെ ഫലസ്തീനിൻ്റെ പേരിൽ കച്ചവട താല്പര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് സന്ധിയിലേർപ്പെട്ട GCC നാടുകളുടെ ഒരു പരിതസ്ഥിതിയെയും നമ്മൾ ആ വിഷയത്തിൽ സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ തൂഫാനുൽ അഖ്സ സംഭവിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ സൗദി അറേബ്യ അതിൻ്റെ തൊട്ടൊരാഴ്ചയ്ക്ക് മുമ്പ് പോലും നോർമലൈസേഷൻ പ്രോസസ്സിൽ ഏർപ്പെട്ടിരുന്നുവെന്നും പക്ഷേ തൂഫാനുൽ അഖ്സ അത് തടഞ്ഞുവെന്നും അതിനുശേഷം സൗദി അറേബ്യ ഫലസ്തീൻ കോസിൻ്റെ ലീഡർഷിപ്പിലേക്ക് വരുന്ന ഒരു മാറ്റവും നമ്മൾ ആ ഒരു വിഷയം സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു. അങ്ങനെ ഈ ഒരു വിഷയങ്ങൾ നിരവധി 1.5 മാസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വ്യത്യസ്തമായ വിഷയങ്ങൾ സംസാരിക്കുകയും അത് ആ ഓരോ സ്റ്റേറ്റിൻ്റെയും അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെയും പ്രധാന വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന ഗതിവിഗതികളെയും നമ്മൾ സംസാരിച്ചിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അവസാനം പറഞ്ഞത് ഈ വെസ്റ്റ് ഏഷ്യ നോർത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങളെന്ന് പറയുന്നതും വെറും യുദ്ധങ്ങളുടെയും സംഘർഷങ്ങളുടെയും കോൺഫ്ലിക്റ്റുകളുടെയും സെക്ടേറിയൻ യുദ്ധങ്ങളുടെയും വാറുകൾക്കും അപ്പുറം മറ്റൊരു ലോകമുണ്ടെന്നും അവർക്ക് സമാധാനപരമായി ജീവിക്കാൻ കഴിയുമെന്നും അവരുടെ സവിശേഷമായ പ്രത്യേകതകളെയും ആ പ്രത്യേകതകളിലൂടെ എങ്ങനെയാണ് നൂറ്റാണ്ടുകളായി അവർ ജീവിക്കുന്നതെന്നും വിശദീകരിച്ചുകൊണ്ട് നമ്മൾ അവസാനമായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്തു. അതായത് വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ എന്ന് പറയുമ്പോൾ റിവോൾട്ടുകളെയും അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റുകളെയും സെക്ടേറിയൻ വാറിനെയും മാത്രം ഓർമ്മ വരുന്നത് ആ പ്രദേശങ്ങളെക്കുറിച്ച് ഓറിയൻഷ്യൽ രചനകളിലൂടെയും പുറത്തുള്ളവരുടെയും ഇമേജുകൾ നമ്മുടെ മനസ്സിൽ പതിഞ്ഞത് കൊണ്ട് മാത്രമാണ്. അതിനേക്കാളും അപ്പുറം സ്വതന്ത്രമായി ജീവിക്കാനും ചിന്തിക്കാനും അതുപോലെ തന്നെ സഹവർത്തിത്വത്തോടെ സഹകരിക്കാനും കഴിയുന്ന ഒരു ജനവിഭാഗവും കൂടിയിട്ടാണ് വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങളെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ ഒരു പ്രദേശത്തിൻ്റെ ശരിയായ ഒരു പിക്ചർ നമ്മുടെ മനസ്സിൽ വരികയുള്ളൂ. അപ്പോൾ ഈ ഒരു ബോധത്തോടു കൂടി നമ്മൾ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ പ്രദേശത്തെ സമീപിക്കുകയും കൂടുതൽ പഠിക്കുകയും നമ്മൾ കൈകാര്യം ചെയ്തു അയച്ചു തന്ന ഡാറ്റ കൂടുതൽ വായിക്കുകയും പഠിക്കുകയും റെഫറൻസുകൾ ഉപയോഗിക്കുകയും ചെയ്യുക. ആ ഒരു രീതിയിലൂടെ വെസ്റ്റ് ഏഷ്യ നോർത്ത് ആഫ്രിക്ക എന്ന് പറയുന്ന പ്രവിശാലമായ ഒരു ലോകത്തെക്കുറിച്ച് ആ ഒരു ലോകത്തിൽ നിന്ന് കൊണ്ട് തന്നെയുള്ള ചിന്തകളിലൂടെ, അതായത് എക്സ്റ്റേണലായ വൈദേശികമായ കാഴ്ചപ്പാടുകളിലൂടെയല്ല, ആ ലോകത്തിൻ്റെ അവിടെ നടന്ന സംഭവവികാസങ്ങളെയും ആ ജനതയുടെ കാഴ്ചപ്പാടുകളിലൂടെയും ആ ജനതയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പഠനമാണ് നമുക്ക് കിട്ടേണ്ടത്. ആ തരത്തിലുള്ള പഠനങ്ങൾ നടത്തുവാനും അതിലൂടെ കൂടുതൽ മനസ്സിലാക്കുവാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.